നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നമ്മൾ ഇങ്ങനെ നിന്ന് ക്ലാസ് ചെയ്തിട്ട് കുറേ നാളായല്ലേ. ഇപ്പൊ നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ അകത്തായിരുന്നു, ഇപ്പൊ ഒന്ന് പുറത്ത് വന്നിരിക്കുവാണ്. ഇന്ന് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ 2025-ലെയും 2026-ലെയും പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇനിയും കൂടുതൽ ക്ലാസ് വേണം, 2025-ലെ പ്രധാനപ്പെട്ട വസ്തുതകളുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ പറയണം. യെസ് എന്ന് താഴെ പറഞ്ഞാൽ മതിയെ. അപ്പൊ നിങ്ങൾ 2026 മാത്രം പഠിച്ചിട്ട് പോകരുത്, കുറച്ചും കൂടി പുറകിലേക്ക് പോവുക. 2025 പഠിക്കുക. അവാർഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ 2023 തൊട്ടെങ്കിലും അവാർഡ്സ് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. എന്റെ പേര് അശ്വതി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കും, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫാക്ട്, 2025-ലെ ഫാക്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഫാക്ട് ആണ് റിപ്പബ്ലിക് ദിനാഘോഷം. 2025-ൽ നടന്നത് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ആണെന്ന് ഓർക്കുക. അപ്പൊ 2025-ലെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രബോവോ സുബിയാന്തോ. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചേ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രബോവോ സുബിയാന്തോ ആയിരുന്നു 2025-ലെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി. ഇനി 2026-ലേക്ക് വന്നാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. 2026-ൽ നടന്നത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണെന്ന് ഓർക്കുമല്ലോ. എത്രാമത്? 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. ഇതിൽ അതിഥികളായി എത്തിയത് ഒന്ന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും 2 യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും. അപ്പൊ 2026-ലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയായിരുന്നു? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഒരു ലേഡിയാണ്, ഉർസുല വോൺ ഡെർ ലെയ്ൻ. ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. അവർ അതിഥിയായിരുന്നു. പിന്നീട് അതിഥിയായി വന്നത് അന്റോണിയോ കോസ്റ്റയാണ്, യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളാണ് 2026-ലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ എന്ന് ഓർക്കുക. ഇനി 2026-ലെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ തീം അഥവാ പ്രമേയം എന്തായിരുന്നു? 150 years ഓഫ് വന്ദേ മാതരം. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിച്ചത് 1875-ലാണ്. 1882-ൽ ഇദ്ദേഹം രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ വന്ദേ മാതരം ഭവാനന്ദൻ എന്ന ക്യാരക്ടർ ആലപിക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വന്ദേ മാതരം രചിച്ച വർഷം ചോദിച്ചാൽ 1875. അപ്പൊ വന്ദേ മാതരം രചിച്ചതിന്റെ 150ാം വാർഷികമാണ് 2025-ൽ ആചരിച്ചത്. ആ ഒരു ഓർമ്മയ്ക്കാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ സ്മരണ പുതുക്കിയാണ് 150 വർഷങ്ങൾ 150 years ഓഫ് വന്ദേ മാതരം എന്ന തീം 50 years ഓഫ് വന്ദേ മാതരം എന്ന തീം 2026-ലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയമാക്കി വെച്ചത്. കേരളം പ്രദർശിപ്പിച്ച നിശ്ചല ദൃശ്യം അല്ലെങ്കിൽ ടാബ്ലോ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ വാട്ടർ മെട്രോയും കേരളത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. വാട്ടർ മെട്രോയും കേരളത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുമായിരുന്നു കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യം അഥവാ ടാബ്ലോയുടെ പ്രമേയം എന്ന് ഓർക്കുക. അശോക ചക്ര ബഹുമതി, റിപ്പബ്ലിക് ഡേയിൽ അശോക ചക്ര ബഹുമതി ലഭിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് ശുഭാംശു ശുക്ല. ഇദ്ദേഹത്തിന് അശോക ചക്ര പുരസ്കാരമാണ് ലഭിച്ചത്. അശോക ചക്ര പുരസ്കാരം കൂടാതെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ വിദേശ സൈനിക സഖ്യം യൂറോപ്യൻ യൂണിയന്റെ സൈനിക സഖ്യമാണ്. യൂറോപ്യൻ യൂണിയന്റെ സൈനിക സഖ്യം. അപ്പോൾ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഫാക്ട്സ് ഓർത്തിരിക്കുമല്ലോ. എന്തായാലും ചോദിക്കാൻ സാധ്യത
സാധ്യതയുള്ള ചോദ്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ മെയ് മാസം 18-ന്, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഡിഗ്രി മെയിൻസിന്റെ ബാച്ച് ആരംഭിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോംബോ ബാച്ച് ആണ്. 2 പരീക്ഷകൾക്കും ഉള്ള കോച്ചിങ് ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ സ്പെഷ്യൽ ടോപ്പിക് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഫീസ് 2799 മാത്രമേ വരുന്നുള്ളൂ. 2 പരീക്ഷയുടെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ്, അതുപോലെ ഷോർട്ട് കറന്റ് അഫയേഴ്സും മന്ത്ലി കറന്റ് അഫയേഴ്സും BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സും, പഴയ SCRT, പുതിയ SCRT, NCRT ഉൾപ്പെടെ ഫുൾ സിലബസ് കവറേജ് ആണ്. എന്റെ ഗൈഡൻസിൽ പോകുന്ന ബാച്ച് ആണ്. എക്സാം കഴിയുന്നത് വരെ, 2 പരീക്ഷയുടെയും എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് ഡിഗ്രി മെയിൻസിന്റെ ക്ലാസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LDCയുടെ 2ാമത്തെ ബാച്ചിന്റെ ക്ലാസ് ജൂൺ 1-ന് ആരംഭിക്കുകയാണ്. 1ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയി. അത് അറിയാത്ത ഒരുപാട് ആൾക്കാർ വന്ന് LDC ബാച്ചിന് ഇനിയും ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സീറ്റുകൾ പരിമിതം മാത്രമാണ്. നമ്മൾ പുതിയ ബാച്ച് എന്തായാലും തുടങ്ങുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നിങ്ങൾ കയറി ജോയിൻ ചെയ്തോളാം. സീറ്റുകൾ പരിമിതം. ഓരോ ബാച്ചിനും കുറച്ച് സീറ്റേ ഞാൻ എടുത്തുള്ളൂ. കാരണം ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ നിങ്ങളെയും കൃത്യമായി നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങുന്ന ബാച്ചുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ ജോലി നേടണം എന്ന് ഉറപ്പുള്ളവർ, ദൃഢനിശ്ചയം ഉള്ളവർ മാത്രം ആപ്പിലേക്ക് വന്നാൽ മതി. ഒരു ദിവസം ഒരുപാടൊന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2.5 മണിക്കൂർ മാത്രമേ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. LDC ബാച്ചിൽ നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാനും പറ്റും കേട്ടോ. ഫുൾ സിലബസ് കവറേജ് ആണ്. നമ്മൾ ഡിഗ്രി മെയിൻസ് ബാച്ചിന്റെ കാര്യം പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും, കറണ്ട് അഫയേഴ്സും BSc പ്രീവിയസും അതുപോലെ പഴയ SCRT, പുതിയ SCRT, NCRT എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ സെറ്റ് ആണല്ലോ. ഫസ്റ്റ് കമന്റിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഫാക്ടിലേക്ക് പോവുകയാണ്. സൂര്യാസ്ത്ര, റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഫാക്ട് തന്നെയാണ് സൂര്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി കാലിബർ ലോങ് റേഞ്ച് റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ആണ് സൂര്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി കാലിബർ ലോങ് റേഞ്ച് റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഏതാണ്? സൂര്യാസ്ത്ര. ഈ സൂര്യാസ്ത്രയുടെ പ്രദർശനവും 2026 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നിങ്ങൾ നോക്കിയല്ലോ. നോക്കിയിട്ട് പോകുക. പ്രധാനപ്പെട്ട കുറെ ഫാക്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി വരുന്ന പരീക്ഷകൾക്കായാലും ഇനി PSC എപ്പോഴും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ചോദിക്കും. അപ്പോൾ പ്രീവിയസ് ഇയറും കൂടി നിങ്ങൾ നോക്കാം. 2025ഉം 2026ഉം നോക്കാം. ഓക്കെ, അടുത്ത് നോക്കാൻ പോകുന്നത് വയോജന കമ്മീഷനെ കുറിച്ചുള്ള ഫാക്ട്സ് ആണ്. അപ്പോ വയോജനങ്ങൾക്ക് ക്ഷേമം, അതുപോലെ സംരക്ഷണം എന്നിവ ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരള വയോജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. 5 അംഗ കമ്മീഷനാണ്. കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ 3 വർഷമാണ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദ്. അപ്പൊ എന്തൊക്കെ ഫാക്ട്സാ പറഞ്ഞത്? വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരള വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. 5 അംഗ കമ്മീഷനാണ് എന്ന് ഓർക്കുക. 3 വർഷമാണ് അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി. കെ സോമപ്രസാദ് ആണ് ആദ്യത്തെ ചെയർമാൻ. വീട്ടിൽ ഒരു മുറി, വയോജനങ്ങൾക്ക് വേണ്ടി വീട്ടിൽ ഒരു മുറി നിയമം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി ഏതാണെന്ന് ചോദിച്ചാൽ മാനവീയം വീതിയാണ് കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി. അപ്പൊ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും ഫാക്ട്സ് ഓർത്തിരിക്കുമല്ലോ. ഇനി അഡ്വഞ്ചർ പാർക്കിലേക്ക് വരാം. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ പാർക്കും അക്കാദമിയും സ്ഥാപിതമായത് എവിടെയാണ്? ശാസ്താംപാറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ പാർക്കും അക്കാദമിയും സ്ഥാപിതമായത് എവിടെയാണ്? ശാസ്താംപാറ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, താഴെ കമന്റ് ചെയ്യുക. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആരാണ്? കേരള സംസ്ഥാന
ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആരാണ്? താഴെ നിന്ന് കമന്റ് ചെയ്യാം, മറക്കാതെ കമന്റ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചാണ്. അപ്പോ PSC പരീക്ഷകളിൽ അടുത്തിടെ ഇറങ്ങിയ പുസ്തകങ്ങൾ ചോദിക്കും. അടുത്തിടെ പ്രശസ്തമായ സാഹിത്യകാരന്മാർക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്, എന്തായാലും നോക്കിയിരിക്കാം. അപ്പൊ കുറച്ച് പുതിയ പുസ്തകങ്ങളാണ്. ചൂരൽമല. ചൂരൽമല എന്നത് മനുഷ്യബന്ധത്തിന്റെയും അതുപോലെ തന്നെ അതിജീവനത്തിന്റെയും കഥ പറയുന്ന പുസ്തകമാണ് ചൂരൽമല. മനുഷ്യബന്ധങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന ചൂരൽമല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? UK കുമാരനാണ്. UK കുമാരൻ. അടുത്തത് T പത്മനാഭന്റെ 2 കൃതികളാണ് ഗാസയിലെ കുട്ടികളും കരുവന്നൂറും. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? T പത്മനാഭൻ. T പത്മനാഭൻ. കരുവന്നൂർ എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? T പത്മനാഭൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പുസ്തകമുണ്ടല്ലോ, ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം. ആരാണ് എഴുതിയത്? താഴെ ഒന്ന് പറയുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആദം നീ എവിടെയാകുന്നു എന്നത് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശന്റെ പ്രസംഗങ്ങളുടെയും അതുപോലെ ലേഖനങ്ങളുടെയും ഒരു സമാഹാരമാണ് ആദം നീ എവിടെയാകുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയതാണെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ? ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന കൃതിയുടെ രചയിതാവ് ആര്? താഴെ കമന്റ് ചെയ്യുമല്ലോ. അടുത്തതൊരു പദ്ധതിയാണ് കവചം. കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. കവചത്തിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ നോക്കിക്കേ, KAWACHAM. ഫുൾ ഫോം എന്താ? കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കവചം എന്ന നൂതന സംവിധാനം കൊണ്ടുവന്നത്? പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നൂതന സംവിധാനമാണ് കവചം. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം. കിട്ടിയേ? അടുത്തത് കേര എന്ന പദ്ധതിയാണ്. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നതാണ് ഫുൾ ഫോം. ഓക്കെ, അടുത്തത് ബ്രാൻഡ്. കേരളത്തിലെ തനതായ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകുന്ന പദ്ധതിയാണ് ബ്രാൻഡ്. കേരളത്തിലെ തനതായ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ബ്രാൻഡ് എന്നതാണ്. ബ്രാൻഡ്. എന്താണ് സ്മാർട്ട്? 2025 ഏപ്രിൽ മാസം 10 നിലവിൽ വന്ന പദ്ധതിയാണ് സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ എല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? സ്മാർട്ട്. കിട്ടിയല്ലോ. അടുത്തത് ക്ഷയരോഗം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട ക്ഷയരോഗം എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത്. മികച്ച ക്ഷയരോഗ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുരസ്കാരം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയത് കേരളമാണ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരെന്താ? കേരള സവാരി. രാജ്യത്ത് തന്നെ ഒരു സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഓൺലൈൻ ടാക്സി സേവനമാണ് ഏത്? കേരള സവാരി എന്നത്. കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ് കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി സോട്ടോ. എന്താണ് സോട്ടോ? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. എന്താണ് ഇതിന്റെ ലക്ഷ്യം? മരണാനന്തര അവയവദാന പ്രോത്സാഹന പദ്ധതിയാണ്. മരണാനന്തര അവയവദാന പ്രോത്സാഹന പദ്ധതിയാണ് ഏത്? സോട്ടോ. ഫുൾ ഫോം എന്താ? കേരള സ്റ്റേറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ടിഷ്യൂ ഓർഗനൈസേഷൻ. ഓർത്തിരിക്കുമല്ലോ.
അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമിയെ പറ്റിയുള്ള ചോദ്യമാണ്. നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണെന്നല്ലേ ചോദിച്ചത്. അത് താഴെ കമന്റ് ചെയ്തല്ലോ. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി പ്രധാനപ്പെട്ട നിയമനം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് കരുതുകയാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യെസ് എന്ന് താഴെ പറയാമോ? ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഒരുപാട് പേരൊന്നും ലൈക്ക് ചെയ്യാറില്ല, വെറുതെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് പോവാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലെ കോഴ്സുകൾ, ഇപ്പോൾ ഡിഗ്രി ലെവൽ ആയാലും LDC ആയാലും LGS ആയാലും LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ കോഴ്സുകളും ഏതൊക്കെ വിളിച്ചിട്ടുണ്ടോ എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് +2 ലെവൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെർച്ച് ചെയ്താൽ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറ്റ് ആണെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.